പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നു പകൽക്കാലം വചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 5-ാം വാക്യം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ സ്നേഹിതൻ അവൻ്റെ അടുക്കൽ ചെന്ന്, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്ന് അവന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഒന്നും ഇല്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതകടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റു തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനായതുകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ ബന്ധപ്പെടുക നിമിത്തം എഴുന്നേറ്റ് അവനു വേണ്ടി വേണ്ടുവോളം കൊടുക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈ വചനത്തിൽ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം. പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും നമ്മുടെ ബൈബിളിനെ രണ്ടായി തിരിക്കുമ്പോൾ, പുതിയ നിയമഭാഗത്തിൽ 4 സുവിശേഷങ്ങളിൽ ഒന്നായ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അതിലൊന്നായ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് ഇപ്പോൾ വായിച്ചു കേൾക്കുവാനിടയായത്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഈ 11-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെപ്പറ്റിയാണ് വളരെ വ്യക്തമാക്കുന്നത്. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ശിഷ്യന്മാരിൽ ഒരുവനായ സ്തോത്രം ഇതിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുവൻ കർത്താവിനോട് ചോദിക്കുകയാണ്, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കണമെന്ന്. പ്രാർത്ഥിക്കേണ്ട രീതികൾ പഠിപ്പിച്ചതിന് ശേഷം കർത്താവ് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. സ്തോത്രം. ഇതിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഒരു സ്നേഹിതൻ, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സ്നേഹിതൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, സ്തോത്രം, നമുക്കെല്ലാവർക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണല്ലേ. പക്ഷേ നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരെ അല്ലെങ്കിൽ വിളിക്കുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ അവരോട് തുറന്നു പറയുമ്പോൾ, അവർക്ക് ചില മടികളുണ്ടെങ്കിലും ചില ഒഴിവുകൾ പറഞ്ഞാലും, സ്തോത്രം, പിന്നത്തേതിൽ അവൻ എഴുന്നേറ്റ് സ്തോത്രം കൊടുക്കുന്നതായി കാണാം, ഹെൽപ്പ് ചെയ്യുന്നതായി കാണാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് പകൽക്കാലം ഓരോ കുടുംബങ്ങളോട്, ഓരോ വ്യക്തികളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, ദൈവസന്നിധിയിൽ നീ കരയുവാൻ തയ്യാറാണെങ്കിൽ അതിനകത്തൊരു ദൈവ പ്രവൃത്തി നിശ്ചയമായുമുണ്ട്. അർദ്ധരാത്രിയിലാണ് ആ സ്നേഹിതൻ്റെ അടുക്കൽ ഈ സ്നേഹിതൻ്റെ ആവശ്യത്തിനു വേണ്ടി കടന്നു പോകുന്നത്. സ്തോത്രം. അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ എഴുന്നേൽക്കുവാൻ നമുക്ക് എഴുന്നേൽക്കാൻ മടി തോന്നുന്ന സമയം. നോക്കിക്കേ,
നമ്മുടെ സ്നേഹിതനായ യേശു ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, സ്തോത്രം, ഒരു സഖിത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏതു സമയത്തും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അടുത്തു വരാം. ഈ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ കൂട്ടുകാരനായ, നമ്മുടെ സഖിയായ കർത്താവുമായിട്ടുള്ള ആ സഖിത്വം, ഒരു ഫ്രണ്ട്ഷിപ്പ്, കർത്താവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏതു സമയത്തും ഏതു വിഷയത്തിനും, സ്തോത്രം, കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ കരയുവാൻ, ആ വിഷയത്തിന് മറുപടി ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നു പകൽക്കാലം ഇടയാക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നു, സങ്കീർത്തന 25:14, യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. സ്തോത്രം, കർത്താവുമായിട്ടുള്ള സഖിത്വം നിന്റെ ജീവിതത്തിലുണ്ടോ? ഒരു ഭക്തി ഉള്ള വ്യക്തിക്ക് യഹോവയോടുള്ള സഖിത്വം, സഖി, കൂട്ടുകാരൻ, ഹല്ലേലൂയ, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ കർത്താവ് തൻ്റെ നിയമത്തെ, ഹല്ലേലൂയ, അവരെ അറിയിക്കാനിടയാകും. സ്തോത്ര, പലപ്പോഴും എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ അരുളപ്പാട്, ആ നിയമങ്ങൾ നമുക്ക് അറിയാൻ പറ്റാതെ വരുന്നു? കർത്താവുമായിട്ടുള്ള കണക്റ്റഡ് അല്ല, കർത്താവുമായിട്ട് സഖിത്വം നിലനിർത്താൻ സാധിക്കുന്നില്ല, കർത്താവ് നിന്റെ കൂട്ടുകാരനാകുന്നില്ല. സ്തോത്ര, എന്നെ കേൾക്കുന്ന ജനമേ, പലപ്പോഴും നാം പല ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടെങ്കിലും, പല കൂട്ടുകാരുണ്ടെങ്കിലും, സ്തോത്ര, നമ്മെ മനസ്സിലാക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ അറിയുവാൻ വേണ്ടും വിധത്തിൽ അവർക്ക് സാധിക്കത്തില്ല. എന്നെ കേൾക്കുന്ന ജനമേ, നീ അർദ്ധരാത്രിയിലായാലോ ഏതു സമയത്തും കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരുമെങ്കിൽ കർത്താവ് നിന്റെ പ്രാർത്ഥന നിശ്ചയമായും കേൾക്കുവാനിടയാകാം. ഇന്നു പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, യഹോവയോടുള്ള സഖിത്വം നിലനിർത്തുമെങ്കിൽ കർത്താവ് തന്നെ നിയമത്തെ നിന്നോട് അറിയിക്കുവാൻ ബന്ധപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഏത് അർദ്ധരാത്രിയിലും നീ ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞു നോക്കിക്ക്. പലവട്ടം ഹല്ലേലൂയ സ്നേഹിതൻ, ഹല്ലേലൂയ, ഒന്ന് മുട്ടിയിട്ട് തുറന്നില്ല എങ്കിൽ സ്നേഹിതൻ പിന്നെയും മുട്ടുകയാണ്, അത് തുറക്കുമെന്ന് അവൻ അറിയാം. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിഷയങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചു ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു പേപ്പറിൽ ലിസ്റ്റ് എഴുതി, ഹല്ലേലൂയ ഈ വർഷം അവസാനിക്കാറായി കർത്താവ്, ഈ വർഷം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ കടന്നു വന്നു, തീരുമാനങ്ങൾ എടുത്തു, കരഞ്ഞു, ഹല്ലേലൂയ ഉപവസിച്ചു, എന്നാൽ ഈ വിഷയത്തിന് ഹല്ലേലൂയ മറുപടി ലഭിച്ചില്ല എന്ന് നീ മാറ്റി വച്ച വിഷയത്തിന് മധ്യേ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ മാറ്റി വച്ച വിഷയ ഉദാസീനതയോടെ ഇരിക്കുകയാണ്. ആ വിഷയത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നില്ല. ആ വിഷയത്തിന് മധ്യേ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിശ്ചയമായി നടക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. ദൈവത്തോട് നീ സഖിത്വം നിലനിർത്തി പോകുമെങ്കിൽ കർത്താവ് തന്റെ നിയമത്തെ അറിയിക്കുവാൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ സഖിത്വം നിനക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ? കർത്താവ് നിന്റെ കൂട്ടുകാരനാക്കാൻ പറ്റുമോ? ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഒരു കണക്റ്റഡ് ആകാൻ പറ്റുമോ? എന്നാൽ തന്റെ നിയമത്തെ നിന്നോട് അറിയിക്കുവാൻ എൻ്റെ കർത്താവ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുത്ത ദൈവസന്നിധിയിൽ അടുത്തു വരാൻ സാധിക്കുമോ? ദൈവത്തിന്റെ നിയമങ്ങൾ അറിയിച്ചാൽ നീ ഹല്ലേലൂയ അതിനനുസരിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിശ്ചയമായോ നിന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. താഴോട്ടുള്ള വാക്യത്തിൽ പഠിക്കുമ്പോൾ 11:9 വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങൾക്ക് ഹല്ലേലൂയ യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പെന്നാൽ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ തുറക്കപ്പെടുക. മുട്ടിക്കൊണ്ടിരിക്കണം എന്നാലേ തുറക്കത്തുള്ളൂ. പല വിഷയങ്ങളും പ്രാർത്ഥിച്ചത് ഇട്ട വിഷയത്തിന് മധ്യേ പലപ്പോഴും അത് പ്രാർത്ഥിച്ചു ലഭിച്ചില്ല എന്ന വിഷയത്തിന് മധ്യേ നീ യാചിച്ചുകൊണ്ടേ ഇരിക്കുക. ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. ദൈവസന്നിധിയിൽ മുട്ടിക്കൊണ്ടേ ഇരിക്കുക. ഹല്ലേലൂയ
ആ വാതിൽ തുറന്നു വരാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പ്രാർത്ഥിച്ച വിഷയത്തിന് മധ്യേ, മനസ്സു നീറുന്ന വിഷയത്തിന് മധ്യേ ഇന്ന് പകൽക്കാലം വാതിൽ തുറന്നു വരികയാണ്. ഓ ദൈവത്തിന്റെ കരുണ ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ തന്നെ വെളിപ്പെടാൻ പോകുകയാണ്. പ്രാർത്ഥനയിൽ ഒരു മുന്നേറ്റം നീ കൊണ്ടുവാ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ വാ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ വാ. കർത്താവിന്റെ സന്നിധിയിൽ ആ ഫ്രണ്ട്ഷിപ്പ് നീ നിലനിർത്തുക. ഓ റീമാന ഹന്തര ഔക്ഷിയാരവ സഖിത്വം നീ നിലനിർത്തി കൊണ്ടുവാ. കർത്താവ് തൻ്റെ നിയമങ്ങളെ നിന്നെ അറിയിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. ദൈവസന്നിധിയിലോ ഏതർദ്ധരാത്രിയിലോ നിന്റെ സ്നേഹിതന് വേണ്ടിയോ നീ ദൈവസന്നിധിയിൽ കരയുമെങ്കിലോ ആ വിഷയത്തിന് മധ്യേ ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിശ്ചയമായും ഇറങ്ങി വരുമെന്ന് ഇന്ന് വചനത്തിൽ കൂടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല. എൻ്റെ കർത്താവ് ഒരു വചനം, ഒരു വാക്കു പറഞ്ഞാൽ അതിനൊരു മാറ്റമില്ല കുഞ്ഞെ. എൻ്റെ കർത്താവ് സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവത്തിനും ഉടയവനാണ്, ഉന്നതനാണ്, ശാശ്വതവാസിയാണ്, പരിശുദ്ധൻ എന്ന നാമമുള്ളവനാണ്, ആദ്യരും അന്ത്യരുമായ ദൈവമാണ്. പെരുവെള്ളത്തിൽ ഹല്ലേലൂയ ഓ പെരുവെള്ളത്തിക്കാളോ ഇരച്ചിൽ പോലെ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള ആ ശബ്ദം നീ കേൾക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി ഉണ്ട് കുഞ്ഞെ. കർത്താവിനുള്ള സഖിത്വം പലപ്പോഴും ഹല്ലേലൂയ ഇവിടെ ആയിരിക്കുമ്പോൾ, ഈ ലോകത്തായിരിക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളുണ്ട്. പല ഹല്ലേലൂയ എഡ്യൂക്കേഷൻ ലെവലുകളിൽ, ജോലി മേഖലകളിൽ, പല വിധമായിട്ടുള്ള ഘട്ടങ്ങളിൽ മേൽ തിരിയുമ്പോൾ ഓ പലപ്പോഴും സമയം കിട്ടുന്നില്ല. നീ ആദ്യം അങ്ങനെ ആയിരുന്നു, കർത്താവിനോട് ചേർന്നിരുന്നവരല്ലേ. ദൈവത്തിൽ എന്തുകൊണ്ട് നീ അടുക്കുന്നില്ല? കർത്താവുമായിട്ടുള്ള സഖിത്വം നിലനിർത്തുമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് പറയുന്നു, അവൻ തൻ്റെ നിയമത്തെ അറിയിക്കുവാൻ ഓ തയ്യാറാവുകയാണ്. ചൂടാന ഹംതരാവുഷിയാരവ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുവാൻ, സ്നേഹിതന് വേണ്ടി കരയുവാൻ ഓ റീബാനവൗഷിയാരവ ഓ നഷ്ടമാകാതെ സർവ്വലോകത്തെക്കാൾ വിലപിടിപ്പുള്ള ആത്മാവിനെ നഷ്ടമാകാതെ ഓ തലമുറകൾക്ക് വേണ്ടി കരയുവാൻ, ഓ സ്നേഹിതന് വേണ്ടി കരയുവാൻ ഓ ഈ ദിവസങ്ങൾ സമയം വേർതിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളെ, ഓരോ കുടുംബങ്ങളെ ദൈവമിടയാക്കും. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കരച്ചിലോടെ, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ആ ഫ്രണ്ട്ഷിപ്പ് നീ ഏറ്റെടുക്കുക. അതിലൊരു നിയമം അറിയിക്കുമെന്ന്, ഓ നിയമം അറിയിക്കുമെന്ന്, ദൈവികമായ അരുളപ്പാട് അറിയിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. ഉദാസീനതയോടെ ഇരിക്കാതെ, സമയങ്ങൾ വെറുതെ കളയാതെ കർത്താവുമായിട്ടുള്ള കണക്റ്റഡ് ആക്. നിന്നോട് പറഞ്ഞ ആലോചനകൾ, നിന്നോട് പറഞ്ഞ അനേക വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങൾ നിറവേറ്റാൻ പോകുകയാണ്. പകൽക്കാല ഈ വചനങ്ങൾ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി നിന്നുകൊണ്ട് കർത്താവുമായിട്ടുള്ള സഖിത്വം നിലനിർത്തിക്കൊണ്ട് ഓ കർത്താവ് അറിയിക്കുന്ന നിയമങ്ങളെ ഹല്ലേലൂയ നമ്മോട് അറിയിക്കുമ്പോൾ അതിന് പ്രകാരം മുന്നോട്ട് പോകുക സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു.